ഹേ ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്ന മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് നോക്കുകയാണെങ്കിൽ ആക്നി മാർക്സ് അല്ലെങ്കിൽ അടുത്തായിട്ട് നോക്കുകയാണെങ്കിൽ ഡ്രൈനെസ് ഒക്കെയാണ് നമ്മുടെ പ്രശ്നമെങ്കിൽ നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വേണ്ടത് എന്താണ്? ഒരു മോയ്സ്ചറൈസർ ആണ് അല്ലേ? അതോടൊപ്പം തന്നെ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്, ഡിഫറെൻറ്റ് സ്കിൻ ടൈപ്സിന് ഡിഫറെൻറ്റ് സൊല്യൂഷൻസ് ആണ് വേണ്ടത്. സോ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഓയിലി ആക്നി കോമ്പിനേഷൻ നോർമൽ സെൻസിറ്റീവ് എന്നൊക്കെ പല തരത്തിലുള്ള സ്കിൻ ടൈപ്സ് ഉണ്ട്. സോ പലർക്കും പല സൊല്യൂഷൻസ് ആണ് വേണ്ടത്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ മറ്റൊന്നുമല്ല, ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് ഏറ്റവും എന്താ പറയുക, നമ്മുടെ സ്കിൻ കെയർ റൂട്ടീനിൽ നമുക്ക് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് സ്കിപ്പ് ചെയ്യാൻ പാടില്ലാത്ത ഒരു സ്റ്റെപ്പും വേണ്ട ഒരു പ്രൊഡക്റ്റുമാണ് മറ്റൊന്നുമല്ല മോയ്സ്ചറൈസർ. അപ്പോൾ മോയ്സ്ചറൈസർ വളരെ ഇമ്പോർട്ടൻ്റ് ആണെന്ന് എല്ലാവർക്കും അറിയാം. അങ്ങനെ റീസെൻ്റായിട്ട് നല്ല രീതിക്ക് റിസൾട്ട് തരുന്നതും അതോടൊപ്പം തന്നെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടതും കുറച്ച് ട്രെൻഡിങ് ആൻഡ് വൈറലായിട്ടുള്ള ഒരു മോയ്സ്ചറൈസറാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ. മറ്റൊന്നുമല്ല, നമ്മുടെ ഡെർമാക്കോയുടെ മോയ്സ്ചറൈസറാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു മോയ്സ്ചറൈസറിനെ കുറിച്ചിട്ട് പറയുകയാണെങ്കിൽ ഇതിൽ മെയിനായിട്ട് വരുന്നത് സെറാമൈഡ് പ്ലസ് എച്ച് എന്ന് വെച്ചാൽ നമ്മുടെ ഹൈലറോണിക് ആസിഡ് ആണ്. എസ്പെഷ്യലി ഫോർ ആർക്കാണെന്ന് നോക്കുകയാണെങ്കിൽ ഡ്രൈ സ്കിന്നുകാർക്ക് ഭയങ്കര യൂസ്ഫുൾ ആണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ആ ഒരു ഡ്രൈനെസ് എന്നൊക്കെ പറയുന്ന സംഭവം നല്ല രീതിക്ക് മാറ്റാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും. അതിന് കാരണം ഇതിൽ സെറാമൈഡ് പ്ലസ് ഹൈലറോണിക് ആസിഡ് ആണ്. പിന്നെ വന്നിട്ടുള്ളത് അടുത്തായിട്ട് നോക്കുകയാണെങ്കിൽ റുട്ടീൻ വൈസ് നോക്കുകയാണെങ്കിൽ അതായത് AM ആൻഡ് PM റുട്ടീനിൽ ഡേ ആൻഡ് നൈറ്റ് യൂസ് ചെയ്യേണ്ടതാണ് മോയ്സ്ചറൈസർ. അപ്പോൾ ഇതേപോലത്തെ ഒരു പാക്കേജിംഗ് ആണ് വരുന്നത്. ഞാൻ ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് കാണിക്കാം. പ്രൊഡക്റ്റിൻ്റെ ക്വാണ്ടിറ്റി ക്രീമി ടെക്സ്ചറാണ്. അതോടൊപ്പം തന്നെ അടുത്തായിട്ട് പറയുകയാണെങ്കിൽ കളർ വൈസ് നോക്കുകയാണെങ്കിൽ വൈറ്റ് കളേർഡാണ്. ക്വിക്കായിട്ട് തന്നെ നമ്മുടെ സ്കിന്നിൽ പെട്ടെന്ന് തന്നെ അബ്സോർവ് ആവുന്നുണ്ട്. പിന്നെ ഫ്രാഗ്രൻസ് ഫ്രീ ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റാണ് കേട്ടോ. കെമിക്കൽ കോമ്പോണൻസ് ഒന്നും ഇൻക്ലൂഡ് അല്ല, പാരബൻ ഫ്രീ ഒക്കെയാണ്. സോ നമുക്ക് സേഫായിട്ട് യൂസ് ചെയ്യാൻ പറ്റും. നല്ല രീതിക്ക് ഹൈഡ്രേഷൻ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഡ്രൈ സ്കിന്നുകാരുടെ സ്കിൻ എന്ന് പറഞ്ഞാൽ മറ്റുള്ള സ്കിൻ ടൈപ്സുമായിട്ട് നമ്മൾ കമ്പാരിസൺ ചെയ്യുമ്പം പൊതുവേ കൂടുതലായിരിക്കും. ഡ്രൈനെസ് എന്നുള്ള സംഭവം ഭയങ്കര കൂടുതലായിരിക്കും. ഓയിലി ആണെങ്കിൽ പ്രശ്നമില്ല, അവർക്ക് ഓവറായിട്ട് ഡ്രൈ ആവുന്ന കാര്യങ്ങളൊന്നുമില്ല. എപ്പോഴും ഒരു ഓയിലൊക്കെ മെയിൻറ്റെയിൻ ചെയ്ത് പോകാൻ പറ്റും. നോർമൽ ആണെങ്കിൽ ഒരു മിതത്തിൽ അങ്ങനെയൊക്കെയാണ്. കോമ്പിനേഷൻ ആണെങ്കിൽ രണ്ടിൻ്റെ ഇടയ്ക്ക്. അപ്പോൾ ഡ്രൈനെസ് എന്നല്ലെങ്കിൽ പറയുന്ന കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ ഡ്രൈ സ്കിന്നുകാരുടെ കേസിൽ നോക്കുകയാണെങ്കിൽ ഭയങ്കര കൂടുതലായിരിക്കും. സോ അവർക്ക് നോർമൽ ഓയിലി സെൻസിറ്റീവ് ആയിട്ടുള്ള ആൾക്കാർ യൂസ് ചെയ്യുന്ന പ്രൊഡക്റ്റ് യൂസ് ചെയ്താലും മതിയാവില്ല. എക്സ്ട്രീംലി ഡ്രൈ ആയിട്ടുള്ള സ്കിൻ ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ ഡ്രൈനെസ് ഒക്കെ ചെയ്യും. സോ അത് ക്യൂർ ചെയ്യണമെങ്കിൽ അവർക്ക് നല്ല രീതിക്ക് ഹൈഡ്രേഷൻ ആൻഡ് ലോങ് ലാസ്റ്റിംഗ് ആയിട്ടുള്ള മോയ്സ്ചറൈസേഷൻ ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്ന നല്ലൊരു ക്രീം ബേസ് ആയിട്ടുള്ള ഒരു മോയ്സ്ചറൈസർ തന്നെ യൂസ് ചെയ്യേണ്ടതുണ്ട്. സോ അങ്ങനെ യൂസ് ചെയ്യാൻ പറ്റിയ നല്ലൊരു മോയ്സ്ചറൈസറാണ്. അഫോർഡബിൾ പ്രൈസ് ആണ്. അതോടൊപ്പം തന്നെ ഞാൻ പറഞ്ഞു സൾഫേറ്റ്സ് ആൻഡ് പാരബൻ ഫ്രീ ആണ്. പിന്നെ ഡൈസ് ആൻഡ് മിനറൽ ഓയിൽ ഫ്രീ ആണ് കേട്ടോ. ഡെർമാക്കോയുടെ ഈ ഒരു ഇൻറ്റൻസ് ഡെയിലി അതായത് സെറാമൈഡ് പ്ലസ് നമ്മുടെ ഹൈലറോണിക് ആസിഡ് ഇൻക്ലൂഡ് ആയിട്ടുള്ള ഈ ഒരു മോയ്സ്ചറൈസറിൽ ഫസ്റ്റ് എന്ന് വെച്ചാൽ സെറാമൈഡ് എന്ന് പറയുന്നത് നമ്മുടെ സ്കിന്നിൽ ഒരു പ്രൊട്ടക്റ്റീവ് ലെയറായിട്ട് അതായത് ആക്ട് ചെയ്യും, അല്ലെങ്കിൽ പ്രൊട്ടക്ഷൻ പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും. സോ അതുവഴി നമുക്ക് എന്താ ചെയ്യുക, നമ്മുടെ സ്കിന്നിലൊക്കെ മോയ്സ്ചർ ലോസ് ആവുന്നുള്ള പേടിയൊന്നും വേണ്ട, അതൊക്കെ പ്രിവെൻറ്റ് ചെയ്യും. അതോടൊപ്പം തന്നെ ഇറിറ്റേഷൻസോ അതോടൊപ്പം തന്നെ പൊല്യൂഷൻസോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും തന്നെ ഉണ്ടാവില്ല. അതൊക്കെ കൊണ്ടിട്ടുണ്ടാകുന്ന ഹാംഫുൾ ആയിട്ടുള്ള സൈഡ് എഫക്ട്സ് ഉണ്ടല്ലോ. സോ അതൊക്കെ ഒരു പരിധി വരെ പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും. പിന്നെ നമ്മുടെ സ്കിന്ന് നല്ല രീതിക്ക് സോഫ്റ്റ് ആൻഡ് എന്താ പറയുക സപ്പിളായിട്ട് പ്ലംബിയൊക്കെ ആയിട്ട് കീപ്പ് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും. ഇനി അടുത്തത് ഹൈലറോണിക് ആസിഡ് ആണ്. സോ ഹൈലറോണിക് ആസിഡിനെ കുറിച്ചിട്ട് പറയുകയാണെങ്കിൽ നമ്മുടെ സ്കിന്നിൽ ആ ഒരു ഹൈഡ്രേഷൻ പ്രോപ്പർ വേയിൽ അല്ലെങ്കിൽ മോയ്സ്ചറൈസേഷൻ നല്ല രീതിക്ക് ലോക്ക് ചെയ്ത് നിർത്താനുള്ള കഴിവ് ഹൈലറോണിക് ആസിഡിനുണ്ട്. അതോടൊപ്പം തന്നെ ഒട്ടും തന്നെ എന്താ പറയുക ഡ്രൈനെസ് ഉണ്ടാക്കില്ല, നല്ല രീതിക്ക് ഹൈഡ്രേഷൻ പ്രൊവൈഡ് ചെയ്യും. അറ്റ് ദ സെയിം ടൈം ഒരു ബ്രൈറ്റ്നെസ് കൊണ്ടുവരാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും. അതോടൊപ്പം അടുത്തായിട്ട് നോക്കുകയാണെങ്കിൽ സ്കാസും പിന്നെ എന്താ പറയുക ഡാർക്ക് സ്പോട്ടൊക്കെ ഇല്ലേ, അതൊക്കെ ഒരു പരിധി വരെ റിഡ്യൂസ് ചെയ്യാൻ വേണ്ടി ഹൈലറോണിക് ആസിഡ് നമ്മളെ ഹെൽപ്പ് ചെയ്യും. നാച്ചുറലി ഒക്കറിങ് ആയിട്ടുള്ളൊരു സബ്സ്റ്റൻസ് ആണ് ഹൈലറോണിക് ആസിഡ്. കോളജൻ നല്ല രീതിക്ക് റിട്ടൈൻ ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും. അതോടൊപ്പം തന്നെ മോയ്സ്ചറൈസേഷനും നന്നായിട്ട് റിട്ടൈൻ ചെയ്ത് നിർത്തും. നമ്മുടെ സ്കിന്നിൽ ലോങ് ലാസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ഹൈഡ്രേഷനാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. അറ്റ് ദ സെയിം ടൈം ഇനി അടുത്തായിട്ട് നോക്കുകയാണെങ്കിൽ ഇലാസ്റ്റിസിറ്റിയും നല്ലൊരു ഫ്ലെക്സിബിലിറ്റിയൊക്കെ പ്രൊവൈഡ് ചെയ്യും കേട്ടോ. ഇലാസ്റ്റിസിറ്റി നഷ്ടപ്പെട്ടാലും കോളജൻ്റെ എന്താ പറയുക പ്രൊഡക്ഷൻ കുറവാണെങ്കിലാണ് നമ്മുടെ സ്കിന്ന് ഭയങ്കരമായിട്ട് ഡ്രൈ ആവുക ആൻഡ് ഓൾസോ പ്രീമച്വർ ഏജിങ്, റിങ്കിൾസ്, ഫൈൻ ലൈൻസ്, ബ്ലെമിഷേഴ്സ് പോലത്തുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ സ്കിന്നിൽ ഒക്കറാകും. സോ അങ്ങനത്തെ കാര്യത്തിൽ നിന്നൊക്കെ ഹെൽപ്പ് ചെയ്യും, അതായത് പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ് നമ്മുടെ ഹൈലറോണിക് ആസിഡ്. നമ്മുടെ സ്കിന്നിലെ മോയ്സ്ചർ കണ്ടന്റ് നല്ല രീതിക്ക് അതായത് ഇൻക്രീസ് ചെയ്യും. അതോടൊപ്പം തന്നെ ഇറിറ്റേറ്റഡ് ആയിട്ടുള്ള സ്കിന്നിനെ കാം ചെയ്യും. ആക്നീസ് അതോടൊപ്പം തന്നെ സ്കാസ് ഒക്കെയാണ് നിങ്ങളുടെ പ്രശ്നമെങ്കിൽ അതിനൊക്കെ ക്യൂർ ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും. അതോടൊപ്പം തന്നെ നല്ല രീതിക്ക് ലോങ് ലാസ്റ്റിംഗ് ആയിട്ടുള്ള മോയ്സ്ചറൈസേഷൻ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മുടെ സ്കിന്ന് എപ്പോഴും സോഫ്റ്റ് ആൻഡ് സപ്പിളാക്കുക മാത്രമല്ല നന്നായിട്ട് യങ് ലുക്കിംഗ് ആയിട്ട് റേഡിയൻ്റ് ആയിട്ട് കൊണ്ടുപോകാൻ വേണ്ടി നിലനിർത്തി കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. അതോടൊപ്പം തന്നെ നമുക്കിത് എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടതെന്ന് നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ക്ലെൻസ് ചെയ്യുക. ആഫ്റ്റർ ദാറ്റ്
പാട്രേ ചെയ്തിട്ട് നമ്മൾ ടോണർ അപ്ലൈ ചെയ്യുക. അതിനുശേഷമാണ് നമ്മൾ ഈ ഒരു മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യുന്നത്. ആഫ്റ്റർ ദാറ്റ് നമ്മൾ മസ്റ്റായിട്ട് നിങ്ങൾ സ്കിപ്പ് ചെയ്യാൻ പാടില്ല കേട്ടോ, സൺസ്ക്രീൻ മസ്റ്റായിട്ട് അപ്ലൈ ചെയ്യണം. അപ്പോൾ നമ്മൾ സൺസ്ക്രീൻ അപ്ലൈ ചെയ്യുമ്പം എപ്പോഴും SPF 50 ആ ഒരു റേഞ്ചിലുള്ള സൺസ്ക്രീൻസ് വേണം നമ്മൾ ചൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. SPF ഫാക്ടർ നമ്മൾ നല്ല രീതിക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കണം. അപ്പോൾ SPF 30 നമുക്ക് അപ്ലൈ ചെയ്യാമെന്ന് ചോദിച്ചാൽ അപ്ലൈ ചെയ്യാം. പക്ഷേ നിങ്ങളിപ്പോൾ വീട്ടിലൊക്കെ നിൽക്കുകയാണെങ്കിൽ ഓക്കെ ഫൈൻ, കുഴപ്പമില്ല, 30 ഒക്കെ മതിയാവും. എങ്കിലും 50 തന്നെ ചൂസ് ചെയ്യുന്നതാണ് ബെറ്റർ. പക്ഷേ നിങ്ങൾ പുറത്ത് പോവുകയാണെങ്കിൽ മസ്റ്റായിട്ടും നമ്മൾ SPF 50 ഉള്ള സൺസ്ക്രീൻസ് മാത്രം യൂസ് ചെയ്യുക. 30 കൊണ്ടിട്ട് നമുക്ക് എക്സാക്റ്റ് പ്രൊട്ടക്ഷൻ കിട്ടില്ല. ബെസ്റ്റ് മോയ്സ്ചറൈസർ എവർ എന്ന് പറയാൻ കാരണം നമ്മുടെ സ്കിൻ നല്ല രീതിക്ക് ഹീലാക്കാനും അതോടൊപ്പം തന്നെ ഇൻറ്റൻസ് ആയിട്ടുള്ളൊരു മോയ്സ്ചറൈസേഷനാണ് ഈ ഒരു മോയ്സ്ചറൈസർ പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ ഡെർമാക്കോയുടെ എല്ലാ പ്രൊഡക്റ്റും തന്നെ നമുക്ക് നല്ല രീതിക്ക് ബെനിഫിറ്റ് നൽകുന്ന പ്രൊഡക്ട്സ് തന്നെയാണ്. അപ്പോൾ ഈ ഒരു പ്രൊഡക്റ്റ് നമ്മൾ കണ്ടിന്യൂസ്ലി ഈ ഒരു മോയ്സ്ചറൈസർ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് അപ്ലൈ ചെയ്ത് പോവുകയാണെങ്കിൽ നമുക്ക് നല്ല രീതിക്ക് നമ്മുടെ സ്കിന്നിന് നല്ലൊരു പ്രൊട്ടക്ഷൻ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു മോയ്സ്ചറൈസറാണ്. അതോടൊപ്പം തന്നെ നമുക്കറിയാം പ്രീമച്വർ ഏജിങ് പ്രോസസ്സൊക്കെ സ്ലോ ഡൗൺ ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും. പിന്നെ നമുക്ക് ഹൈഡ്രേഷൻ പ്രൊവൈഡ് ചെയ്യുന്നതോട് കൊണ്ട് തന്നെ നമ്മുടെ സ്കിൻ എപ്പോഴും സ്മൂത്ത് ആൻഡ് സപ്പിളായിട്ട് നിൽക്കാൻ വേണ്ടിയിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യും. അതോടൊപ്പം തന്നെ ആക്നീസ്, പിഗ്മെൻറ്റേഷൻ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നല്ല രീതിക്ക് റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ ഹെൽപ്പ് ചെയ്യുന്നതാണ് കേട്ടോ. അപ്പോൾ ഇത് ആർക്കൊക്കെയാണ് സ്യൂട്ടബിൾ നോക്കുകയാണെങ്കിൽ ഇവർ മെയിനായിട്ട് പറയുന്നത് ഫോർ ഓൾ സ്കിൻ ടൈപ്പ് കുഴപ്പമില്ലെന്നുള്ള രീതിക്ക് ഞാൻ കണ്ടു. പക്ഷേ ഇതിൽ കൊടുത്തിട്ടുള്ള ഫോർ ഡ്രൈ സ്കിൻ എന്നാണ് കേട്ടോ. പക്ഷേ എൻ്റെ ഓയിലി സ്കിന്നാണ്, എന്നിട്ടും ഞാൻ ഈ ഒരു പ്രൊഡക്റ്റ് യൂസ് ചെയ്തിട്ട് എനിക്ക് അത്യാവശ്യം നല്ല രീതിക്ക് റിസൾട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഡ്രൈ ആയിട്ടുള്ള സ്കിന്നുകാരും എക്സ്ട്രീംലി ഡ്രൈ ആണ് നിങ്ങളുടെ സ്കിന്നെങ്കിൽ നിങ്ങൾ എന്താ പറയുക പേടിക്കാണ്ട് ധൈര്യമായിട്ട് നിങ്ങൾക്ക് ചൂസ് ചെയ്യാൻ പറ്റിയ നല്ലൊരു മോയ്സ്ചറൈസറാണ് കേട്ടോ. 90% ആൾക്കാർ ഫൗണ്ട് ചെയ്തത്, അതായത് സ്കിന്നിൻ്റെ ഹൈഡ്രേഷൻ ഈ ഒരു മോയ്സ്ചറൈസർ യൂസ് ചെയ്തേ പിന്നെ നല്ല രീതിക്ക് ലോങ് ലാസ്റ്റിംഗ് ആയിട്ട് അവർക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. അടുത്തായിട്ട് നോക്കുകയാണെങ്കിൽ നമ്മൾ പറഞ്ഞു ആക്നീസ്, പിഗ്മെൻറ്റേഷൻ പോലത്തുള്ള കാര്യങ്ങളൊക്കെ ട്രീറ്റ് ചെയ്യാനും ഡള്ളായിട്ടുള്ള സ്കിന്നൊക്കെ മാറ്റിയിട്ട് യൂത്ത്ഫുൾ ആയിട്ടുള്ള യങ് ലുക്കിംഗ് ആയിട്ടുള്ള റിഫ്രഷ്ഡ് ആയിട്ടുള്ള ഒരു സ്കിന്നാണ് നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. അത്യാവശ്യം ലോങ് ലാസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ഹൈഡ്രേഷൻ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പിന്നെ മോയ്സ്ചറൈസർ നമ്മൾ പറഞ്ഞല്ലോ ഡെയിലി കൺസിസ്റ്റൻ്റ് ആയിട്ട് യൂസ് ചെയ്ത് പോകാൻ വേണ്ടി നിങ്ങൾ ശ്രദ്ധിക്കുക. അതോടൊപ്പം തന്നെ AM ആൻഡ് PM റൂട്ടീനിൽ ഉൾപ്പെടുത്തുന്നതോടൊപ്പം തന്നെ നമ്മൾ ഡെയിലി 2 ways യൂസ് ചെയ്താൽ മാത്രമേ ഉള്ളൂ നമുക്ക് ബെറ്റർ റിസൾട്ട് കിട്ടുള്ളൂ. അതോടൊപ്പം തന്നെ ഡെയിലി യൂസ് ചെയ്യാനും ശ്രദ്ധിക്കണം, കൺസിസ്റ്റൻ്റ് ആയിട്ട് യൂസ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കണം. പിന്നെ ഈ ഒരു മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്തിട്ട് നമ്മൾ മസ്റ്റായിട്ടും സൺസ്ക്രീൻ അപ്ലൈ ചെയ്യുക. എപ്പോഴും SPF ഫാക്ടർ നമ്മളൊരു സൺസ്ക്രീൻ വാങ്ങുമ്പോൾ പിന്നെ ബോഡ് സ്പെക്ട്രം ഒക്കെ ആ ഒരു പ്രൊട്ടക്ഷൻ ലെവലൊക്കെ പ്രൊവൈഡ് ചെയ്യുന്ന സൺസ്ക്രീൻസ് നമ്മൾ തിരഞ്ഞെടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. അതോടൊപ്പം തന്നെ നമ്മൾ ഏറ്റവും ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട ഒരു കാര്യം കൂടിയാണ്, അതായത് PAയുടെ കാര്യം. ഇപ്പോൾ PA PROBL+ ഒക്കെ അവൈലബിൾ ആയിട്ടുള്ള സൺസ്ക്രീൻസ് ഒക്കെ ഉണ്ട്. സോ നേരത്തെയൊക്കെ AA+, പിന്നെന്താ എനിക്ക് തോന്നുന്നു BBB+ ഒക്കെ ആയിരുന്നു. സോ PROBL+ ഒക്കെ ഉള്ളതാണ് നമുക്ക് കുറച്ചുകൂടെ ബെറ്റർ കേട്ടോ. പിന്നെ ഡെയിലി യൂസ് ചെയ്ത് പോകാൻ വേണ്ടിയിട്ടൊക്കെ ശ്രദ്ധിക്കുക. പിന്നെ ഇതൊരു ട്രാവൽ ഫ്രണ്ട്ലി പാക്കേജാണ്. ഇതിൽ വന്നിട്ടുള്ളത് 25 gram ഓഫ് പ്രൊഡക്റ്റ് ആണ്. പ്രൈസ് എനിക്ക് തോന്നുന്നു 100 സംതിങ് അല്ലെങ്കിൽ ഒരു 99 ഒക്കെ ആവും മേ ബി വരിക. ഫ്രാഗ്രൻസ് ഫ്രീ പ്രൊഡക്ട്സ് ആയതുകൊണ്ട് തന്നെ നമുക്ക്, അതായത് സെൻസിറ്റീവ് ആയിട്ടുള്ള സ്കിന്നുകാർക്ക് യൂസ് ചെയ്യാൻ പറ്റുമോ എന്നുള്ള ഒരു ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ പേടിക്കണം, നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റും. മേ ബി ചിലപ്പോൾ സെൻസിറ്റീവ് ആയിട്ടുള്ള സ്കിന്നുകാർക്ക് ചില പ്രൊഡക്ട്സ് ഒക്കെ യൂസ് ചെയ്യാൻ പറ്റാത്തത് അതിൻ്റെ ഫ്രാഗ്രൻസിൻ്റെ പ്രശ്നം കൊണ്ടിട്ടാകും. ഇതൊരു ഫ്രാഗ്രൻസ് ഫ്രീ പ്രൊഡക്റ്റ് ആയതുകൊണ്ട് തന്നെ നമുക്ക് പേടിക്കാണ്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അറ്റ് ദ സെയിം ടൈം ഡെർമറ്റോളജിസ്റ്റൊക്കെ ഡിസൈൻ ചെയ്ത പ്രൊഡക്റ്റാണ്, സോ സേഫ് ടു യൂസ്. പിന്നെ കുറേ അധികം ക്ലിനിക്കൽ സ്റ്റഡീസൊക്കെ നടത്തിയതിൻ്റെ ബേസിൽ സേഫാണ്, നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിയൊരു പ്രൊഡക്റ്റാണ്. പിന്നെ ഓൾറെഡി ഞാൻ പറഞ്ഞല്ലോ സൾഫൈറ്റ്സ് ആൻഡ് പാരബൻ ഫ്രീ ആണ്. പിന്നെ മിനറൽസും ഡൈ ഫ്രീ ഒക്കെയാണ് കേട്ടോ. സോ അതുകൊണ്ടൊക്കെ നമുക്ക് ധൈര്യമായിട്ട് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതിൽ കൊടുത്തിട്ടുള്ള ഇൻഗ്രീഡിയൻസ് മെയിൻലി സെറാമൈഡ് പ്ലസ് ഹൈലറോണിക് ആസിഡ് കൂടാതെ കുറേയധികം ഇൻഗ്രീഡിയൻസിൻ്റെ ലിസ്റ്റസും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ പ്രൈസ് വന്നിട്ടുള്ളത് 99 കേട്ടോ, 149 രൂപയാണ്. പിന്നെ ഇതിൽ ഡെർമറ്റോളജിക്കലി ടെസ്റ്റഡ് ആൻഡ് ഫ്രാഗ്രൻസ് ഫ്രീ എന്നുള്ള കാര്യങ്ങളൊക്കെ ഇവർ ക്ലെയിം ചെയ്തിട്ടുണ്ട്. ഇതേപോലത്തെ ഒരു കാർഡ്ബോർഡ് ബേസ്ഡ് പാക്കേജിംഗ് ആണ് കേട്ടോ. അപ്പോൾ നമുക്ക് നീഡഡ് ക്വാണ്ടിറ്റി ഓഫ് പ്രൊഡക്റ്റ് നല്ല രീതിക്ക് എടുക്കാൻ പറ്റും. അപ്പോൾ മോയ്സ്ചറൈസർ എപ്പോഴും നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം, ജസ്റ്റ് നമ്മൾ ഫേസിൽ മാത്രമല്ല അപ്ലൈ ചെയ്യേണ്ടത്, നമ്മുടെ നെക്ക് ഏരിയയിലും കൂടെ അപ്ലൈ ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. നിങ്ങൾ നെക്ക് എന്താ പറയുക വിടരുത് കേട്ടോ, അതൊന്ന് മൈൻഡിൽ കീപ്പ് ചെയ്യുക. കോഷൻ വൈസ് നോക്കുകയാണെങ്കിൽ എപ്പോഴും നമ്മൾ മോയ്സ്ചറൈസർ ഡയറക്റ്റ് സൺലൈറ്റ് എമിറ്റ് ചെയ്യുന്ന പ്ലേസിൽ വെക്കാൻ പാടില്ല. അതോടൊപ്പം തന്നെ മോയ്സ്ചറൈസറൊക്കെ നമ്മൾ സൂക്ഷിച്ച് വെക്കുമ്പോഴേ എപ്പോഴും ഒരു കൂൾ ആൻഡ് ഡ്രൈ പ്ലേസിൽ സൂക്ഷിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. അതോടൊപ്പം തന്നെ ഷെൽഫ് ഏരിയയിലൊക്കെ നമ്മൾ കീപ്പ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. പിന്നെ കീപ്പ് അവേ ഫ്രം ചിൽഡ്രൻ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉള്ളൂ. ആദ്യമേ തന്നെ നിങ്ങളൊന്ന് ജസ്റ്റ് പാസ് ടെസ്റ്റ് ചെയ്ത് നോക്കുക കേട്ടോ. ഇൻ കേസ് എന്തെങ്കിലും ഇറിറ്റേഷൻ ഉണ്ടെങ്കിൽ ഡിസ്കണ്ടിന്യൂ ചെയ്യുക. അപ്പോൾ ഇതൊക്കെയുള്ള ഈ ഒരു മോയ്സ്ചറൈസറിനെ കുറിച്ചിട്ട് പറയാനുള്ള കാര്യം. അപ്പോൾ ഇന്നത്തെ ഈ ഒരു നമ്മുടെ ഡെർമാക്കോയുടെ ഈ ഒരു സെറാമൈഡ് പ്ലസ് ഹൈലറോണിക് ആസിഡ് ഇൻക്ലൂഡ് ആയിട്ടുള്ള ഈ ഒരു മോയ്സ്ചറൈസറിൻ്റെ അത്യാവശ്യം വേണ്ട ഇൻഫോർമേഷൻസും ഡീറ്റെയിൽസൊക്കെ നിങ്ങൾക്ക് മനസ്സിലായെന്നാണ് എൻ്റെ വിശ്വാസം. അപ്പോൾ ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ചെയ്താൽ മതി, ഞാൻ റിപ്ലൈ തരുന്നതാണ്. ഇത് 149 രൂപയാണ് കേട്ടോ, 99 ആണെന്ന് തോന്നുന്നു. ഞാൻ നേരത്തെ പറഞ്ഞത് 99 അല്ല,
അപ്പോൾ എന്താണെങ്കിലും പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യാനുള്ള ഡീറ്റെയിൽസ്, അതായത് പ്രൊഡക്ട്സിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ വ്യൂ പ്രൊഡക്റ്റിൽ ടാഗ് ചെയ്ത് കൊടുത്തേക്കാം. അപ്പോൾ ആർക്കെങ്കിലും പർച്ചേസ് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ പർച്ചേസ് ചെയ്തോട്ടോ. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ഇൻ കേസ് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ മടിക്കേണ്ട കേട്ടോ, നിങ്ങൾ ചോദിച്ചാൽ ഞാൻ റിപ്ലൈ തരുന്നതായിരിക്കും.